ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റൈസാണ് മഹ്മൂസ് ഗുത്തൈഫി. പേര് കേട്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നാ പിന്നെ നമുക്കങ്ങ് ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ട എന്തൊക്കെയാന്ന് നോക്കാം. ഒലീവ് ഓയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒലീവ് ഓയിൽ നമ്മൾ ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിങ്ങനെ 3 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു പരുവത്തില് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെറൈറ്റി റൈസ് ഉണ്ടാക്കി നോക്കാനും അത് ടേസ്റ്റ് ചെയ്യാനും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വെറൈറ്റി നെയിമിലൊരു റൈസ് വന്നപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്നായിരുന്നു. അപ്പം നമ്മൾ സവാള ഇതാ വാടിയിട്ട് ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ചിക്കൻ്റെ പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ചിക്കന് ഈ ഒരു ഉള്ളിയുടെ മേലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം 2 ഡ്രൈ ലെമണാണ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ്. ഇത് ഗാർലിക് ആണ്. ഞാൻ 2 വലിയ ഗാർലിക് തന്നെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്തതാണ്. 2 ചിക്കൻ സ്റ്റോക്ക്. അറബിക്ക് മസാല പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. എൻ്റെ അടുത്ത് ഇപ്പം അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചിക്കൻ സ്റ്റോക്കാണ് ഇടുന്നത്. അതും ഒരു അറബിക് മസാലയാണ്. ഇനി അല്പം മല്ലിപ്പൊടിയാണ്, ജസ്റ്റ് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. എരിവിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടി മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഞാനിവിടെ പിങ്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമ്മൾ ചിക്കൻ സ്റ്റോക്കിൽ നല്ല ഉപ്പ് വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ. ലാസ്റ്റ് ഇതാ ഞാൻ മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഈ ചിക്കൻ ഇപ്പതാ നല്ല മസാലയിലൊക്കെ നല്ല കുറച്ച് നേരം നല്ലോണം ഒന്ന് കുക്ക് ആയിട്ടുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പൊ 4 ഗ്ലാസ് വെള്ളം കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. വെള്ളം സെറ്റായി. ഇനി ചിക്കൻ ഒന്ന് ഈ വെള്ളത്തിൽ കിടന്ന് നല്ലോണം ഒന്ന് കുക്കാവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ ഇതാ നന്നായിട്ട് ഇവിടുന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിൽ നിന്ന് നമ്മൾ ഈ ചിക്കൻ എങ്ങനെ മാറ്റി എടുക്കാം. ഇതിലേക്ക് നമ്മളിതാ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തു. നമ്മൾ ആദ്യം ഈ ഒരു 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമായിരുന്നു ചേർത്തത്. പക്ഷേ ചിക്കൻ കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മളെ വെള്ളം നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലിഡ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അരിയും വെള്ളവും ഈ രീതിയിൽ ഇവിടെ വെള്ളത്തിന്റെ മേലെ അരി കാണുന്ന ആ ഒരു രീതിയിൽ എത്തുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. അതുവരെ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുക. നമ്മുടെ അരി കുക്കായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനൊരു പാനിലേക്ക് ഞാൻ വീണ്ടും ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുക്കായ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് കളർ ചേഞ്ച് ചെയ്തെടുക്കേണ്ടതേ ഉള്ളൂ. ചിക്കൻ നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുക്കും. നാല് പീസാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇത് ക്ലോസ് ചെയ്ത് വെച്ചു കൊടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ചിക്കനെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. നമ്മളെ റൈസ് ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിലാണ് നമ്മൾ റൈസ് വരുന്നത്. ലിഡ് തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസ് നമുക്ക് ഇതിന്റെ മേലെ വെച്ച് കൊടുക്കാം. ഒലിവ് ഓയിലും ഒന്ന് മേലെ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് നമുക്ക് ചൂടാക്കി കൊടുക്കാം. പൊള്ളിയായിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് തന്നെ വരുന്നുണ്ട്. ഇനി ഇത് കഴിച്ച് നോക്കിയാൽ ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാം.